അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പുണ്യമാക്കപ്പെട്ട റബീഉൽ അവ്വൽ മാസത്തിലാണ് നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ആഘോഷങ്ങളിലെ പ്രാമാണികത എന്ന വിഷയത്തെക്കുറിച്ച് 3 തലങ്ങളാണ് നാം ഉണ്ടായിരിക്കുന്നത്. മദ്ഹുകളും അതിൻ്റെ കാര്യങ്ങളും, ഹുബ്ബുർ റസൂൽ, ആഘോഷങ്ങളിലെ പ്രകടനം, പ്രാധാന്യം, മഹത്വം. ആദ്യമായി നാം എടുത്തു നോക്കുമ്പോൾ ആഘോഷങ്ങളിലെ പ്രാധാന്യം, പ്രകടനം, മഹത്വം എടുത്തു നോക്കാം. തിങ്കളാഴ്ച ദിവസത്തിൽ നാം നോമ്പ് അനുഷ്ഠിക്കുന്നുണ്ട്. നമ്മുടെ മുസ്ലിം സമുദായം എന്തുകൊണ്ടാണ് നാം തിങ്കളാഴ്ച ദിവസം ഒരു പ്രത്യേക നോമ്പ് അനുഷ്ഠിക്കുന്നത്? അതിനൊരു പ്രധാന കാരണം നമുക്ക് കാണാൻ പറ്റുന്നത് സ്വഹീഹുൽ മുസ്ലിമിൽ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്തെന്ന് വെച്ചാൽ, ഇന്ന് ഞാൻ ജനിച്ച ദിവസമാണ്. പ്രവാചകൻ പറയുകയാണ്, ഇന്ന് ഞാൻ ജനിച്ച ദിവസമാണ്, അതുകൊണ്ടാണ് ഞാൻ നോമ്പെടുക്കുന്നത്. അങ്ങനെ പ്രവാചകൻ പറയുന്നത്. ആ ഒരു കാരണത്താലാണ് നമ്മുടെ മുസ്ലിം സമൂഹം പ്രവാചകൻ നോമ്പ് നോറ്റ കാരണത്താൽ അതൊരു സുന്നത്തായി മാറിയത്. അങ്ങനെ സുന്നത്തായി മാറിയതിനാൽ അതൊരു തിങ്കളാഴ്ച നോമ്പ് സുന്നത്തായി. അതാണ് ഈ മുസ്ലിം സമൂഹം സുന്നത്തായി നോമ്പ് നോക്കുന്നത്. അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആദ്യമായി വഹി ഇറക്കിവിട്ട ദിവസം തിങ്കളാഴ്ചയാണ്. അതുകൊണ്ടും തിങ്കളാഴ്ച ദിവസത്തിന് ഇത്ര പ്രത്യേകതയുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആ റഹീം എന്ന വാക്ക് ഖുർആനിലുണ്ട്. ഖുർആനിലെ ആയത്തായിട്ടാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആ റഹീം എന്ന വാക്കിൽ അള്ളാഹു ഉദ്ദേശിക്കുന്നത് എന്താ? അള്ളാഹുവിന്റെ പേരാണ്. പിന്നെ നമ്മൾ തൗബ സൂറത്തിൽ അവസാനത്തെ സുത്താണ് ലഖദ് ജാഅക്കും റസൂലുൻ മിൻ അൻഫുസിക്കും. ആ ലഖദ് ജാഅക്കും റസൂലുൻ മിൻ അൻഫുസിക്കും അവസാനിക്കുന്നത് റഊഫുർ റഹീം. ആ റഹീം എന്ന് അള്ളാഹു വിശേഷിപ്പിക്കുന്നത് നമ്മുടെ നബിയാണ്. കാരണം അത്രമാത്രം പ്രാധാന്യം അള്ളാഹു തആല നമ്മുടെ നബിക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആഘോഷങ്ങളുടെ പ്രാധാന്യം, പ്രകടനങ്ങളിലെ പ്രാധാന്യം, മഹത്വം എന്നിങ്ങനെ നമുക്ക് വ്യാപകമായിട്ട് മനസ്സിലാക്കാം. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് ഏറ്റവും കടംപെട്ടിരിക്കുന്നത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറയുന്നുണ്ട്, അന്നബിയു ഔലാദു ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. മറ്റൊരാളുടെ ജന്മദിനത്തിൽ സന്തോഷിക്കുന്നതിനേക്കാൾ നല്ലത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനത്തിൽ സന്തോഷിക്കുന്നതാണ്. ഏതൊരാളുടെ ജന്മദിനത്തിൽ നമ്മൾ സന്തോഷിക്കുന്നത് സന്തോഷ പ്രകടനവും നന്ദി രേഖപ്പെടുത്തലുമാണ്. ഇത് പരിശുദ്ധ ഖുർആനിലും തിരുമൊഴിയിലും പ്രോത്സാഹിപ്പിച്ചതുമായ കാര്യമാണ്. അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ബിഫളില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫലിയഫ്റഹു വഖൈറു മിമ്മാ യജ്മഊൻ. അല്ലാഹുവിൻ്റെ ഫളിനെ കുറിച്ചും റഹ്മത്തിനെ കുറിച്ചും നിങ്ങൾ പറയുകയും ആ റഹ്മത്ത് കൊണ്ട് നിങ്ങൾ സന്തോഷിക്കുകയും ചെയ്യുക. മഹാനായ റഈസുൽ മുഫസ്സിരീൻ അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഇവിടെ റഹ്മത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാകുന്നു. അതുപോലെ തന്നെ ഇതിന് തെളിവായിട്ട് സൂറത്തുൽ അംബിയായിലെ 100-ാം ആയത്തിൽ വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ, ഇവിടെ ഇതും കൂടി കൂട്ടിച്ചേർക്കുന്നു. നമുക്കറിയാം, തിങ്കളാഴ്ച ദിവസത്തിന് ഇത്രയും വലിയ പ്രത്യേകത ഉണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം ആഘോഷിച്ചതിന് അബൂലഹബിന് നരകത്തിൽ നിന്നും ശിക്ഷ ഇളവ് നൽകിയിട്ടുണ്ടെങ്കിൽ വിശ്വാസിയായി നമുക്ക് എത്ര മേൽ ഇളവ് കിട്ടുമെന്നാണ് നമ്മളിവിടെ ആലോചിക്കുന്നത്. അദ്ദേഹം വളരെ വ്യക്തമായിട്ടാണ് നമുക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആഘോഷത്തിൻ്റെ പ്രകടനത്തെക്കുറിച്ചും മഹത്വത്തെക്കുറിച്ചും പ്രാധാന്യത്തെക്കുറിച്ചും പറഞ്ഞത്. ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ധാരാളം സ്ഥലത്തായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്, നിങ്ങളിലെ ഒരാളെ ഉപ്പയല്ല നിൽക്കുന്നത്, നിങ്ങളിലേക്ക് അയക്കപ്പെട്ട ഒരു പ്രവാചകനാണ് തങ്ങൾ. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ദൈവമായിട്ട് ചില ആളുകൾ ആചരിക്കാറുണ്ട്. കാരണം ചില സംഭവം അലിയർവാനെ ദൈവമായിട്ട് ആചരിക്കുന്ന ചില സംഭവങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ആ ആയത്ത് കാണുമ്പോൾ തെറ്റിദ്ധാരണ വരാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ ആ ആയത്തൊക്കെ നല്ലോണം സൂക്ഷ്മമായി വിശകലനം ചെയ്ത് വേണം പഠിക്കാൻ. കാരണം അത്രമാത്രം പ്രാധാന്യമാണ് അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ മദ്ഹ് കാവ്യങ്ങളിലേക്ക് കടക്കുകയാണ്. മദ്ഹ് കാവ്യങ്ങളിലേക്ക് കടക്കുമ്പോൾ ഹിജ്റയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്ന് പൊരുത്തിമുട്ടി ധാരാളം അക്രമങ്ങളും അനീതികളും എല്ലാം സഹിച്ച് മദീനയിലേക്ക് പോവാണ്. മദീനയിലേക്ക് പോകുമ്പോൾ അവിടുത്തെ സ്വഹായമാരെ സന്തോഷിക്കുകയാണ്. കാരണം ലോകത്തിലെ പ്രവാചകനും അനുഗ്രഹീതമായ ഒരാളാണ് മദീനയിലേക്ക് വരുന്നത്. അപ്പോൾ അവർ തോലാൽബദും മധുകാവ്യങ്ങളും പല കീർത്തനങ്ങളും ചൊല്ലിക്കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വീകരിക്കുന്നത്. അഹ്സാബ് സൂറത്തിലൊക്കെ വ്യക്തമായി പറയുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് മധുകാവ്യങ്ങളും മദീനയുടെ വിശേഷണങ്ങളും ഇത്രമാത്രം വ്യാപകമായത്? ഇസ്ലാമിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹുകൾ, കാവ്യങ്ങൾ, മൗലിദുകൾക്ക് എന്ന് പറഞ്ഞാൽ പ്രവാചകനെ പ്രകീർത്തിക്കാനുള്ളതാണ്. പ്രവാചകനെ പുകഴ്ത്തുക, അതിലൂടെ നമുക്ക് പ്രവാചകനുമായി കൂടുതൽ അടുക്കുക. ഇതിനുള്ളൊരു വഴിയാണ് മൗലിദ്, മദ്ഹുകൾ. ഈ
പ്രവാചകനുള്ള പ്രകീർത്തനങ്ങളാണ് ഇതൊക്കെ. ഇപ്പൊ സൂറത്തുൽ ഹസാബിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ടല്ലോ, ഇന്നല്ലാഹ വ മലായികതുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലമു തസ്ലീമ. ഇന്നല്ലാഹ തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആലയും അല്ലാഹുവിന്റെ മലക്കുകളും ആരുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നുണ്ട്? പ്രവാചകരുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നുണ്ട്. അതുകൊണ്ട് യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലമു തസ്ലീമ, ഈ സത്യവിശ്വാസികളായ മുഅ്മിനീങ്ങളെ നിങ്ങളും പ്രവാചകരുടെ മേൽ സ്വലാത്ത് ചൊല്ലൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ പരിശുദ്ധ ഖുർആനിലൂടെ തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ പ്രവാചകന്റെ മൗലിദുകൾ, മധുകാവ്യങ്ങൾ, ഇതിനൊക്കെ ഒരുപാട് മൗലിദുകളും മധുകാവ്യങ്ങളും പ്രവാചകനുമായി അടുക്കാനും പ്രവാചകന്റെ സ്നേഹം കൈപ്പറ്റാനും വേണ്ടി ഒരുപാട് ആൾക്കാർ രചിച്ചിട്ടുണ്ട്. നമുക്കറിയാം മൗഖൂസ് മൗലിദ്, അത് രചിച്ചത് നമ്മുടെ കേരളീയ പണ്ഡിതനായ മഹാനായ മഹ്ദൂം തങ്ങളാണ്. മൗഖൂസ് മൗലിദ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാവുന്നത് അതിനെക്കുറിച്ച് നല്ല നമ്മൾ അധിക റബീഉൽ ചൊല്ലുന്ന ഒരു മഹത്തായ മൗലിദാണ് മൗഖൂസ് മൗലിദ്. പിന്നെ നമുക്കറിയാം നമ്മളെല്ലാം സ്ഥിരം ചൊല്ലുന്ന അധിക പ്രാവശ്യം എല്ലാവരും ആസ്വദിക്കുന്നതും എല്ലാവരും കേൾക്കാൻ ആഗ്രഹിക്കുന്നതായ ഒന്നാണ് ബുർദ. ബുർദ രചിച്ചത് മഹാനായ ഇമാം അൽ ബൂസൂരി റഹ്മത്തുള്ളാഹി. അദ്ദേഹം ബുർദ രചിക്കുമ്പോൾ അദ്ദേഹം രചിച്ച് അവസാനത്തിലേക്ക് എത്തുകയാണ്. അപ്പൊ അവസാനത്തിൽ എന്ത് ചെയ്യണമെന്ന് അദ്ദേഹത്തിന് സംശയമുണ്ട്. എങ്ങനെ അവസാനിപ്പിക്കണം അദ്ദേഹത്തിന് നല്ല സംശയമുള്ള കാര്യത്തിൽ അദ്ദേഹം പ്രവാചകനെ സ്വപ്നം കാണുകയും അദ്ദേഹം പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തിന് മഹാനായ ഇമാം അൽ ബൂസൂരി റഹ്മത്തുള്ളാഹി തആലയ്ക്ക് യാ അക്രമൽ ഖൽഖീമ എന്ന് തുടങ്ങുന്ന അവസാനത്തിലുള്ള വരികൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. അത്രയും മഹത്വത്തോടെയാണ് എന്തുണ്ടായത്? മൗലിദുകളും മധുകാവ്യങ്ങളും രചിക്കപ്പെട്ടിട്ടുള്ളത്. പിന്നെ ഈ മൗലിദുകളും മധുകാവ്യങ്ങളും അതായത് ഒരുപാടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ മൗഖൂസ് മൗലിദ്, ഷറഫുൽ അനാം, പലരും പല വ്യത്യസ്തമായ രീതിയിൽ പ്രവാചകനെ പ്രകീർത്തിച്ചുകൊണ്ടാണ് മൗലിദുകൾ ഉണ്ടാക്കിയിട്ടുള്ളത്. നമുക്ക് ഈ മൗലിദുകൾ ചൊല്ലാൻ പറ്റും, കാവ്യങ്ങൾ ചൊല്ലാൻ പറ്റും. പരിശുദ്ധ ഖുർആനിൽ പോലും, അതായത് ഇപ്പോൾ ഓരോ നബിമാരെ പോലും, അതായത് വദ്കുർ ഫിൽ കിതാബി ഇബ്രാഹിമ ഇന്നഹു കാന സിദ്ദീഖൻ നബിയ്യ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പരിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ ഓർക്കാൻ, അത് ഓർക്കാന്നുള്ളത് തന്നെ ഒരു മധുവും ഒരു മൗലിദുകളുമാണല്ലോ. അതുപോലെ ഇതേ സെയിം പാറ്റേൺ തന്നെ വദ്കുർ ഫിൽ കിതാബി ഇദ്രീസ ഇന്നഹു കാന സിദ്ദീഖൻ നബിയ്യ, ഇദ്രീസ് നബി അലൈഹി ഇസ്ലാമിനെ ഓർക്കാൻ പറഞ്ഞിട്ട് അല്ലാഹു പറയണം. അപ്പൊ ഇതിനൊക്കെ നമുക്ക് കാണാൻ കഴിയുന്ന മൗലിദുകളും മധുകളും പറ്റുന്നതാണ്, അത് ചെല്ലാൻ പറ്റും. അത് അങ്ങനെ തന്നെയുള്ള ഒരു കാര്യമാണത്. ഇപ്പം ഇതിൽ നമുക്ക് വരുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ മൗലിദുകളും മധുകളും ഒരുപാട് ചൊല്ലണ്ടെന്ന് പറയുന്ന ഒരുപാട് സംഭവങ്ങൾ നമ്മളെ ഈ കേരളക്കാരില്ല. അതായത് മുസ്ലിം വിഭാഗങ്ങളിൽ തന്നെ ഉണ്ട്. അത് ചൊല്ലാൻ പറ്റൂല, അത് ശിർക്കാണ്, അള്ളാഹുമായി ഒരാൾ പങ്കു ചേർക്കലാണ്, അങ്ങനെയൊന്നുമില്ല. മൗലിദുകളും മധുകളും എന്ന് പറഞ്ഞാൽ പ്രവാചകനുമായി കൂടുതൽ അടുക്കണോ? കാരണം നമുക്കറിയാം ഇപ്പം ഉമർ ഖാദിർ റളിയല്ലാഹു അൻഹു അദ്ദേഹം എങ്ങനെയാണ് പ്രവാചകന്റെ റൗള ഷരീഫിൽ ആ കാവളം എങ്ങനെ തുറക്കിപ്പിച്ചത്? മൗലിദുകളും മധുകാവും ചൊല്ലിക്കൊണ്ടാണ്, അല്ലാതെ വെറുതെ അല്ല. അതേപോലെ റിഫായ് തങ്ങൾ, സുൽത്താൻ ആരിഫ് റിഫായ് തങ്ങൾ, അദ്ദേഹം എങ്ങനെയാണ് പ്രവാചകനെ കൈ ചുംബിച്ചത്? മൗലിദുകളും മധുകാവുകളും ചൊല്ലിക്കൊണ്ട് തന്നെയാണ്. ഇപ്പൊ നേരത്തെ അദ്ദേഹം പറഞ്ഞ പോലെ മക്കയിൽ നിന്ന് ക്രൂരമായ പീഡനങ്ങളും ഒരുപാട് പീഡനങ്ങളൊക്കെ ഏറ്റുവാങ്ങി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് പോയി. തന്റെ പ്രവാചകരുടെ പ്രബോധനം സുഖകരമാക്കാൻ മദീനയിലേക്ക് പോകുമ്പോൾ അവർ വളരെ സന്തോഷമാണ്. പ്രവാചകൻ വരുന്നുണ്ടോ എന്ന് തന്നെ എവിടുന്ന നോക്കുന്നു. ഓരോ ഈത്തപ്പനന്റെ മകളിൽ നിന്ന് പ്രവാചകൻ വരുന്നുണ്ടോ ഓരോ ദിവസവും നോക്കുകയും അസ്തമയമാകുമ്പോൾ നിരാശയോടെ പോവുകയും ചെയ്യുന്ന ഒരവസ്ഥ. ആ സമയത്ത് പ്രവാചകൻ അവരുടെ സന്തോഷം കൊണ്ട് ഓരോരുത്തരുടെയും ഉണ്ടാകുന്ന സന്തോഷം നമുക്ക് ഒരിക്കലും ഊഹിക്കാൻ കഴിയില്ല. അങ്ങനെ സന്തോഷം തോലാഹി ബദറു, ഞങ്ങളുടെ മേൽ എന്തെങ്കിലും ചെയ്തു, ചന്ദ്രൻ ഉദിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അവർ പാടിയിട്ടുള്ളത്. അത് തന്നെ പ്രവാചകനെ എപ്പോഴും പ്രകീർത്തിച്ചുകൊണ്ട്. നമുക്ക് വേറെ കാര്യമല്ല, പ്രവാചകനെ പ്രകീർത്തിക്കുന്ന പ്രധാനപ്പെട്ടവരായത് കുറെ ആൾക്കാരുണ്ട്. അതിൽ പ്രധാനപ്പെട്ടവരായിരുന്നു ഹസ്സാൻ ബിൻ സാബിത്ത്, പിന്നെ ഫറസ്ദഖ്, അങ്ങനെ പ്രധാനപ്പെട്ട ഒരുപാട് കവികൾ. ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു നമുക്കറിയാം, അദ്ദേഹത്തിന് വേണ്ടി ഒരു മിമ്പർ പോലും തയ്യാറാക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആ മിമ്പറിൽ കയറി അദ്ദേഹം പ്രവാചകനെ പ്രകീർത്തിക്കുമായിരുന്നു. അദ്ദേഹത്തിന് വേണ്ടി പ്രവാചകൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് ഈ കാര്യത്തിന് വേണ്ടിയൊക്കെ. അങ്ങനെ ഒരുപാട് നമുക്കറിയാം. കാരണം ഒരുപാട് നമ്മൾ കേരളക്കാരിൽ ഇന്നും അന്നും ഏത് കാലഘട്ടത്തിലും പ്രവാചകനെ പ്രകീർത്തിക്കാനും ഒരുപാട് മൗലിദുകളും മധുകാവ്യങ്ങളും രചിക്കപ്പെട്ടിട്ടുണ്ട്. അതൊരു രചനയാണ്. പ്രവാചകനോട് മുമ്പ് പ്രവാചകന്റെ ഇഷ്ടം അത് അതിൽ കാണിക്കുകയാണ്. പ്രവാചകനെ എപ്പോഴും പ്രകീർത്തിക്കുക, അത് ഈ റബീഉൽ അവ്വൽ മാസത്തിൽ നല്ല എല്ലാത്തിലും പറ്റുന്നൊരു കാര്യമാണ്. അതിന് ചിലവർ ശിർക്കാണ് ഇതാണെന്നൊക്കെ പറയും. അതാണ് ഇതിൽ ഏറ്റവും മെയിൻ കാര്യം. ശരിക്കും വന്ന മൗലിദുകളും മധുകളും കാവ്യങ്ങളൊക്കെ ചെയ്യുന്നത് ഏറ്റവും നല്ലൊരു കാര്യമാണ്. പ്രവാചകനിലേക്ക് കൂടുതൽ എടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നമ്മളത് പരമാവധി ചൊല്ലാൻ ശ്രമിക്കുക. റബീഉൽ മാസത്തിൽ മാത്രം ഒതുക്കാതെ എല്ലാ മാസങ്ങളിലേക്കും എന്ത് ചെയ്യുക,
എല്ലാ മാസങ്ങളും പ്രവാചകനെ പ്രകീർത്തിക്കുക, പ്രവാചകനെ നോക്കുക, ഈ റബീഉൽ മാസങ്ങൾ മാത്രം ചുരുക്കാതിരിക്കുക. ഇയാൾ നല്ല രീതിയിലാണ് നമ്മൾ സംശയങ്ങളൊക്കെ തീർത്ത് നിൽക്കുന്നത്. പണ്ടത്തെ ആളുകൾ ഈ ഫൈഷേഖ് ഉമർ ഖാദിറുമാനും അവരെല്ലാം തങ്ങളുടെ കൈമുട്ടിയതൊക്കെ അത്രമാത്രം അതിർകാവ്യങ്ങളും മൗലിദുകളൊക്കെ ചൊല്ലിക്കൊണ്ട് മാത്രമാണ് ഉമർ ഖാദിക്ക് തന്നാരെ തന്നെ ഈ വാതിൽ കവാടങ്ങൾ തുറക്കപ്പെട്ടത്. കാരണം നിമിത്തങ്ങളിലേക്ക് അത്രമാത്രം ശാരീരികമായിട്ടും വാക്കുകളായിട്ടും അരിഞ്ഞ് ചേരുന്നുണ്ടായിരുന്നു. ഇഫാദങ്ങൾക്ക് കൈ വന്നത് വേറെ ആൾക്കുണ്ടാകുന്ന സൗഭാഗ്യമാണ്. നിമിത്തങ്ങളുടെ കൈ ഇഫാദർക്ക് കിട്ടിയിരുന്നത്. കാരണം അത്രമാത്രം അതുകളും മൗലിദുകൾ ചൊല്ലിയിട്ടും ആവണം അവർ നിമിത്തങ്ങളിലേക്ക് കഴിഞ്ഞിട്ടുണ്ടാവുക. പിന്നെ ഭൂസ്വരതികളാണ് വലിയ വൃദ്ധ എഴുതുന്ന നിമിത്തങ്ങളെ സ്വപ്നത്തിൽ കണ്ട് നിമിത്തങ്ങൾ പറഞ്ഞു തന്നത് ആ രൂപത്തിൽ മാത്രം എഴുതിയാണ്. നിമിത്തങ്ങളുടെ സ്വപ്നത്തിൽ കണ്ട് നിമിത്തങ്ങളുടെ വൃദ്ധ മാത്രം എഴുതാൻ അത്രമാത്രം തൗഫീഖ് കിട്ടിയ ഒരാളാണ്. കാരണം മൗലിദുകളും മധുക്കാരുടെ പ്രസക്തി നമ്മൾക്ക് ഇവിടെ മനസ്സിലാകും. പിന്നെ ഈ കാലത്ത് ഈ മധുകളും മൗലിദുകാര്യങ്ങളൊക്കെ കുറേ ആളുകൾ ചെല്ലണ്ടെന്ന് പറയുന്നത്, ഇത് ചെല്ലരുത്, ഇത് ശിർക്കാണ്, അതായത് അതൊക്കെ പറയാൻ പ്രധാനപ്പെട്ട കാരണം എന്താണ്? ഇത് പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്ക് കാണാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഈ മൗലിദും മധുകാലം തുടങ്ങുന്നത് തന്നെ അബ്ബാസിയ കാലം, ഏകദേശം ഹിജ്റ 300 ശേഷം ഒരു മധ്യ കാലഘട്ടമാണ്. അബ്ബാസിയ കാലഘട്ടം, ഫാത്തിമ കാലഘട്ടം, ഒരുപാട് രാജകുമാർ ഇസ്ലാമിക ഭരണകൂടം ഭരിച്ചിട്ടുണ്ട്, രാജവംശങ്ങൾ. ഇപ്പം സലാഹുദ്ദീൻ അയ്യൂബി പോലത്തെ ഒരുപാട് ധീരശൂരി പരാക്രമങ്ങളായ ഒരുപാട് സുൽത്താന്മാർ. അപ്പം ഈ മൗലിദുകൾ ഒരുപാട് ഇന്നത്തെ ആൾക്കാരും ഈ 300 ശേഷമാണ് തുടങ്ങുന്നത്. ഇപ്പം ഈ വിദഗ്ധർ പറയുന്നത് അത് വിദഗ്ധാണ്. കാരണം പ്രവാചകന് മുമ്പുള്ള ആൾക്കാർ അത് ചൊല്ലിയിട്ടില്ല, ഒരു മൗലിദുകൾ ചൊല്ലിയിട്ടില്ല, മധുകാര്യങ്ങൾ ചൊല്ലിയിട്ടില്ല, അതുകൊണ്ട് ഇത് ചൊല്ലരുത്, അത് വിദഗ്ധാണ്. 300 ശേഷം തുടങ്ങിയെന്നുള്ളൊരു കാരണമാണ് അവർ പറയുന്നത്. ശരിക്കും അതൊരു വിഡിത്തമാണെന്ന് നമുക്ക് വേണം മനസ്സിലാക്കാം. കാരണം കാലങ്ങൾ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതായത് ഒരു കാലത്ത് വരുന്ന സമൂഹമല്ല അടുത്ത കാലം വരുന്ന സമൂഹം. ഈ കാലത്തിൽ കാരണം ആ കാലത്തുള്ള ഒരു പ്രവാചകനുമായി സ്വഹാബാക്കാത്ത പ്രവാചകനുമായി ഏറ്റെടുത്ത് അവർ ഉറങ്ങുന്നതും ഉണ്ണുന്നതും എണീക്കുന്നതും ചിന്തിക്കുന്നതുമെല്ലാം പ്രവാചകനെ തന്നെയാണ്. പ്രവാചകനെ കാണുക, ആ സ്നേഹസാഗരത്തിൽ ലയിക്കണം. ഇതൊക്കെ നമ്മുടെ ചിന്തകൾ. പക്ഷേ കാലങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു. പ്രവാചകൻ വഫാത്തായി, പിന്നെ സ്വഹാബത്തിൽ നിന്ന് താവ്യങ്ങൾ, അങ്ങനെ തായക വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനനുസരിച്ച് പ്രവാചകനോടുള്ള ഈ മൗലിദുകളും മധുകളും നമ്മൾ ചൊല്ലലുകളും ഒക്കെ ഉണ്ടാവും. അത് ഇപ്പം ഈ ആധുനിക കാലഘട്ടത്തിലുള്ള ഒരു മെയിൻ കാര്യം എന്താ വെച്ചാൽ ഇതിപ്പോൾ ഒരു റബ്ബിൽ മാസം ചില പള്ളികളിൽ 30 വരെ ചൊല്ലും, ചില പള്ളികളിൽ 12 വരെ ചൊല്ലും. അങ്ങനെ ചുരുങ്ങിക്കണം. ഇപ്പം അധിക മഹലുകളിൽ, അധിക സ്ഥലത്തും അധിക ആൾക്കാരും അങ്ങനെ തന്നെയാണ്. അപ്പം ഇതിനുള്ള പ്രധാന കാര്യം ഞാൻ പറഞ്ഞല്ലോ, 300 ശേഷം വന്നെന്നാണ് വിരുദ്ധകാര് വരുന്ന പ്രശ്നം. പക്ഷേ ഓരോ കാര്യം മനസ്സിലാക്കുന്നില്ല. മറ്റുള്ളവർക്ക് എല്ലാ ദിവസവും പ്രവാചകനെ കുറിച്ചുള്ള സ്മരണകളും പ്രവാചകനും മൗലിദുകളും മധുകളും ചൊല്ലാന്നുള്ളത് തന്നെയാണ്. ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇതിന് വരാം. അത് നല്ലൊരു ഓല കാര്യം എന്തായാലും ഒരു വിധത്ത്, ഓലൊരു വിധത്താണ്, ഓല ഒരു വിധത്ത് തന്നെയാണ്. ഒരു നമ്മളെ വിധത്തിൽ എന്ന് പറയുമെങ്കിൽ ഓരോ ആ ഒരു ചിന്തകളും അതൊന്നും ചൊല്ലാൻ പറ്റില്ല എന്നുള്ളൊരു വിധത്തെ ഒരു കാര്യം തന്നെയാണ്. വളരെ നല്ല രീതിയിൽ സംശയം നമുക്ക് വ്യക്തമാക്കി വരുന്നത്. അടുത്ത നമ്മൾ ഹുബ്ബുറസൂൽ വിഷയത്തിൽ കിടക്കണം. ഹുബ്ബുറസൂൽ വിഷയത്തിൽ നമുക്ക് കടക്കുമ്പോൾ പ്രധാനമായിട്ട് നമ്മൾ ആലോചിക്കേണ്ട മഹാന്മാരാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു. സിദ്ദീഖ് റളിയല്ലാഹു സിദ്ദീഖ് അബൂബക്കർ സിദ്ദീഖ് എന്ന് പേരിട്ടാൻ കാരണം എന്താണ്? ഇസ്ലാമിലേക്ക് പോയപ്പോൾ യുദ്ധങ്ങൾ സഹായിമാരുടെ നിമിത്തങ്ങൾ പോയി വന്നിട്ട് മുസ്ലിങ്ങളൊക്കെ പറഞ്ഞു, സിദ്ദീഖ് നീ അബൂബക്കർ നീ അറിയുന്നുണ്ടോ? നിന്റെ മുഹമ്മദ് പറയുന്ന ഒറ്റ രാത്രി കൊണ്ട് മസ്ജിദ് അഖ്സ വരെ പോയി, ഏനാകാശം വരെ പോയി, നീ വിശ്വസിക്കുന്നുണ്ട് ചോദിച്ചു. എൻ്റെ പ്രവാചകനല്ലേ പറഞ്ഞത്, ഞാൻ വിശ്വസിക്കാം. അങ്ങനെയാണ് സിദ്ദീഖ് എന്ന് പേര് കിട്ടിയത്. കാരണം അത്രമാത്രം നിമിത്തങ്ങളെ സ്നേഹിച്ചിട്ടുള്ള ആളുകളാണ്. പിന്നെ ഉബൈസ് യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുൻപൽ പൊട്ടി. അപ്പോൾ സ്വന്തം അമ്പെടുത്തുകൊണ്ട് സ്വന്തം മുൻപൽ പൊട്ടിച്ച് സ്നേഹം പ്രകടിപ്പിച്ചു. കാരണം അത്രമാത്രം സ്നേഹമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹായമായിട്ടുള്ളത്. ബിലാൽ എത്രമാത്രം വലിയ പാറക്കല്ലെടുത്ത് സ്വന്തം വയറിൻ്റെ പേരിൽ വെക്കുകയും ചാട്ടക്കാർക്ക് അടി കിട്ടുകയും ഉമയ്യത്തിലാപ്പ് വായിലേക്ക് മൂത്രം വയ്ക്കുക, അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് പറയാതെ നിന്നിട്ടേ ഇല്ല. കാരണം അത്രമാത്രം സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ടായിരിക്കാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവർ അത്രമാത്രം സ്നേഹം പ്രകടിപ്പിച്ചു? പറയാമെന്ന് പറയുന്നത് വിശ്വാസത്തിന്റെ പൂർണ്ണതയ്ക്ക് അത് സുപ്രധാന ഘടകം തന്നെയാണ്. നബിയെ ആദ്യം സ്നേഹിച്ചതാരെന്ന് പറയാം? അല്ല, റബ്ബ് തന്നെയാണ്. അല്ലാഹു തആല സുബ്ഹാനഹു വ തആല തന്നെയാണ് നബിയെ ആദ്യമായി പ്രേമിച്ചത്. പിന്നീട് ആദ്യ മനുഷ്യൻ ആദ്യ നബി സൃഷ്ടിച്ചപ്പോൾ
സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ ലൗലിലേക്ക് നോക്കുമ്പോൾ അവിടെ എഴുതിച്ചിരിക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്നാണ്. അപ്പോൾ അതിലേക്ക് അതുകൊണ്ട് ചോദിച്ചു, അല്ലാഹുവേ എന്താണ് നിന്റെ പേരിൻ്റെ കൂടെ ആട് പേരാണ് ചേർത്തിരിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അല്ലാഹു പറഞ്ഞത് നിന്റെ ഇത് ആട് പേരാണെന്ന് ചോദിച്ചു. അപ്പോൾ അല്ലാഹു പറഞ്ഞു ഇത് നിന്റെ സന്താനത്തിൻ്റെ ഉത്തമനായ മനുഷ്യൻ്റെ പേരാണെന്ന്. നബിയുടെ സ്നേഹം എന്നത് ഇസ്ലാം വലിയ സ്ഥാനത്തിന് കൈവരിച്ചിരുന്നു. അത് പിൻപറ്റലും പ്രചരിപ്പിക്കുന്നതല്ല, അതിന് മാതൃകകളാണ്. അതുകൊണ്ടാണ് സ്വഹാബികളും മറ്റു ഇൻകാമുകളെല്ലാം അത് അഴിഞ്ഞു ചേർന്നത്. അവർ തന്നെ അവരുടെ മാതാപിതാക്കളെയും സന്താനങ്ങളെയും സ്വത്തുക്കളെല്ലാം വിട്ട് നബിയെ സ്നേഹിച്ചു. നമുക്കറിയാം ഉഹുദ് യുദ്ധം ചുട്ടുപൊള്ളുന്ന ആ കാലഘട്ടത്തിൽ മദീനയിൽ ചുറ്റി നബിസ്വലാസ്ലങ്ങളും സ്വഹാബികളും കിടന്നു കയറുകയാണ്. അങ്ങനെ ദാഹം വിശപ്പ് മൂലം വയറ്റത്തിൽ കല്ല് വെച്ച് കൊണ്ടായിരുന്നത് കിടന്നു കയറുന്നത്. അപ്പോൾ ജാബിറുദ്ദീൻ നബി രഹസ്യമായിക്കൊണ്ട് വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ക്ഷണിച്ചു. അപ്പോൾ നബിതങ്ങൾ ചെയ്തത് എൻ്റെ സ്വഹാബത്തിനെ കൂടി പോവുകയാണ് ചെയ്തത്. അങ്ങനെ അവിടെ പോയി നോക്കുമ്പോൾ ആകെ 2 റൊട്ടി കഷ്ണം കുറച്ച് അതിൻ്റെ കൂടെ കറിയുമാണ്. അങ്ങനെ നബിതങ്ങളിലേക്ക് എൻ്റെ ഉമിനീലാക്കുകയും അങ്ങനെ അത് വർദ്ധിപ്പിക്കുകയും അങ്ങനെ എൻ്റെ സ്വഹാബത്തിന് വയർ നിറച്ച് ഭക്ഷിപ്പിക്കുകയും ചെയ്തു. ഇതാണ് സ്നേഹം എന്ന് പറയുന്നത്. അതുപോലെ നബിയുടെ അനിതരമായ സ്നേഹത്തിലും വിശ്വാസത്തിലും വിശ്വസത്തിലുമെല്ലാം പേര് കേട്ട ആളായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഇദ്ദേഹം പറഞ്ഞതുപോലെ ഇസ്രാ മിഅ്റാജ് യാത്ര, നബിതങ്ങൾ ഇസ്രാ മിഅ്റാജ് യാത്ര പോയി. ഇസ്രാ മിഅ്റാജ് എന്ന് പറയുന്നത് മക്കയിൽ നിന്ന് ബൈത്തുൽ ഖുദ്സിലേക്ക് പോയതാണ് ഇസ്രാ. അവിടെ പിന്നെ ഏഴാഘോഷം കടന്ന് അല്ലാഹു തആലയുടെ അടുക്കൽ പോയതാണ് മിഅ്റാജ്. ആ യാത്ര കാരണം തന്നെ ജനങ്ങൾക്ക് വിളിച്ചപ്പോൾ അവരൊക്കെ തള്ളിക്കളഞ്ഞു. അങ്ങനെ ഇത് അബൂബക്കർ റളിയല്ലാഹു അൻഹു അറിഞ്ഞപ്പോൾ പറയുന്നത് അള്ളാഹുവിന്റെ റസൂലുള്ളാഹി പറഞ്ഞെങ്കിൽ ഞാൻ വിശ്വസിച്ചു എന്നാണ്. അവിടത്തേക്ക് അദ്ദേഹത്തിന് അടുത്തുള്ള വിശ്വാസം നിറഞ്ഞത്രയായിരുന്നു. ഒരിക്കല് ശത്രുക്കളുടെ ശല്യം സഹിക്കുക വയ്യാതെ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം നബിസ്വലാസ്ലം സുഹൃത്തായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മക്കയിൽ നിന്ന് ഇസ്ലാമിലേക്ക് പോവുകയാണ്. അങ്ങനെ ഇവർ പറഞ്ഞ ശത്രുക്കളുടെ രോഷാളി എത്തുകയാണ്. അങ്ങനെ അവർ മുഹമ്മദിനെ വിളിച്ചു കൊടുക്കുന്നവർക്ക് 100 ഒട്ടകവും നല്ലൊരു തുക വാഗ്ദാനം ചെയ്യാമെന്ന് പാരിതോഷികമായി വാഗ്ദാനം ചെയ്തു. അങ്ങനെ ഇത് കേട്ട ജനമോഹികൾ അതിനുവേണ്ടി വേഗം പാഞ്ഞു. അങ്ങനെ ഇരിക്കെ നബിസ്വലാസ്ലങ്ങളും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തിരഞ്ഞെടുത്ത് വനപ്രദേശമായിരുന്നു. അങ്ങനെ അവരൊരു സൗഗുഹാമുഖത്തെത്തുകയാണ്, അവിടെ വിളിക്കുകയും ചെയ്തു. അങ്ങനെ ശത്രുക്കളുടെ തിരച്ചിൽ ഗുഹാസമൂഹത്തെത്തിയ എന്നറിഞ്ഞപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആകെ ഉയർത്തുപോയി. അദ്ദേഹം ജീവിതത്തിൽ ആദ്യമാണ് അങ്ങനെ ഉയർത്തത്. അപ്പോൾ അദ്ദേഹം നബിതങ്ങളോട് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ അവരെ നമ്മൾ കണ്ടാലോ? അപ്പോൾ നബിതങ്ങൾ പറഞ്ഞത് നമ്മുടെ കൂടെ മൂന്നാമതിനായി ഒരാളുണ്ടാകുമ്പോൾ നമ്മൾ ഇതിനെ ഭയപ്പെടേണ്ടതായിരുന്നു. അങ്ങനെ അവർ ഗുഹാസമൂഹത്തുകയും അങ്ങനെ അവിടെ ചിലന്തി വല കെട്ടിയതും മറ്റു മരച്ചിലകൾ ചാഞ്ഞു നിൽക്കുന്നതല്ലാണ്ട് അവർ തിരിച്ചുപോയി. അങ്ങനെ നിമിത്തങ്ങളെ മടിയിൽ ചായച്ചുകൊണ്ട് കിടത്തി ദ്വാരങ്ങളെല്ലാം അടച്ച് അതിന് ഒരു ദ്വാരം ബാക്കിയായി. അങ്ങനെ അത് കാലുകൊണ്ട് മറച്ച് നിമിത്തങ്ങളെ ഉറക്കിയപ്പോൾ ശക്തമായി പാമ്പ് ശക്തമായി കടിച്ചു. അപ്പോൾ അതിൻ്റെ വേദന പോലും ഒരു അനുഭവിക്കാത്ത രീതിയിൽ അത് കാലിളക്കാതെ നബിയെ സംരക്ഷിച്ചു എന്നതാണ്, ഉണർത്താതെ. അതാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അത്ര സ്നേഹമായിരുന്നു. അതുപോലെ നബിക്ക് വേണ്ടി തന്റെ സമ്പത്തും ഔദാര്യവും എല്ലാം ചെലവഴിച്ച ആളായിരുന്നു ഉസ്മാൻ റളിയല്ലാഹു അൻഹു. അദ്ദേഹം നബി തങ്ങളുടെ പേര് പറഞ്ഞു വരുന്ന ഓരോ വ്യക്തിക്കും ഓരോ പറയലിനും ഓരോ തുക നൽകുമായിരുന്നു. അതുപോലെ നബിക്ക് വേണ്ടി തന്റെ ധീരതയും ചങ്കൂറ്റവും എല്ലാം സമർപ്പിച്ച ആളാണ് അലി റളിയല്ലാഹു അൻഹു. അദ്ദേഹം തന്റെ ഓരോ യുദ്ധത്തിൽ നബിക്ക് വേണ്ടി പോരാടിയിരുന്നത്. ഇങ്ങനെ നബി തങ്ങളോട് സ്നേഹം വളരെയധികം വന്നിട്ട് സ്വഹാബികൾ പറയുന്നത്. ഈ സ്വഹാബികൾ നബി തങ്ങളോട് സ്നേഹം പങ്കിടുന്നത് ശത്രുക്കൾക്ക് വലിയ ആശ്ചര്യമായിരുന്നു. കാരണം നബി സ്വല്ലല്ലാഹു തുപ്പിയാൽ അത് കൈ നീട്ടി, ഒരു അരികിൽ കൈ നീട്ടി അത് തന്നെ മുഖത്തും ശരീരത്തും എല്ലാം പുരട്ടി അതിന് വർക്കത എടുക്കും. അങ്ങനെ നബി തങ്ങൾ wudu ചെയ്താൽ അതിന് ബാക്കിയെടുത്ത് വെള്ളത്തിന് വേണ്ടിയെല്ലാം അടിപിടി കൊടുക്കും. അത്രയ്ക്ക് സ്നേഹമായിരുന്നു, വിശ്വാസ സ്നേഹമായിരുന്നു. നമുക്കറിയാം ഉഹുദ് യുദ്ധം, ഉഹുദിൽ രണാങ്കത്തിൽ യുദ്ധം ഇങ്ങനെ ആവേശം കയറി വരികയാണ്. കൊടുമ്പിരി കൂടുന്ന സമയത്ത് മുസ്തഫ യുദ്ധകളത്തിൽ ഇറങ്ങി വലതു കൈ കൊണ്ട് കൊടി പിടിച്ചുകൊണ്ട് യുദ്ധക്കളം ആകെ നടന്നുകൊണ്ട് പറഞ്ഞു തെക്കുബീർ വിളിച്ചു, ഉറക്കെ തെക്കുബീർ വിളിച്ചു. അപ്പോൾ ഇബിന് കമ്മിയ വന്ന് അദ്ദേഹത്തിന് വലതു കൈ വെട്ടുകയുണ്ടായി. അങ്ങനെ ഇടത് കൈയിലും വേറ്റി അദ്ദേഹം തെക്കുബീർ വിളിച്ചു. അങ്ങനെ ഇടത് കൈ വെട്ടിയപ്പോൾ അദ്ദേഹം തൻ്റെ ഇവിടെ കൊടി ചായ്ച്ചുകൊണ്ടാണ് അദ്ദേഹം തെക്കുബീർ വിളിച്ചത്. അങ്ങനെ അവസാനം ഇബിന് കമ്മിയുടെ ശക്തമായ വീട്ടിൽ അദ്ദേഹം ശരീരമാവുകയാണ് ചെയ്തത്. തൻ്റെ അവസാന നിമിഷം പോലും നബിക്ക് തൻ്റെ ശരീരം ബലിയർപ്പിക്കുന്നത് അങ്ങനെ മഹാനാണ് അദ്ദേഹം. മറ്റൊരിക്കൽ മദീനയിൽ പ്രവാചകരുടെ മദീനയിൽ യാത്ര ചെയ്യാൻ വാഹനം കൊണ്ട് യാത്ര ചെയ്യാതെ
ചെരുപ്പ് ധരിച്ച് യാത്ര ചെയ്യാൻ വെറുക്കുന്ന ആളായിരുന്നു ഇമാം മാലിക് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന് രോഗം മൂർച്ഛിച്ച സമയത്ത് അദ്ദേഹത്തിന് രാജാവ് വാഹനം വിട്ടിട്ട് പോയി അദ്ദേഹം മറ്റുള്ളവരുടെ തോളിൽ വേച്ച് പോയിരുന്നത്. ഇത്രയേറെ സൂക്ഷ്മതയായിരുന്നു. ഇതിനുള്ള സ്നേഹം, ആദരവ്, അതൊക്കെയാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നും ഇതിനുള്ള സ്നേഹം നിലനിൽക്കുന്നുണ്ട്. കാരണം അതിന്റെ ഉത്തമ ഉദാഹരണങ്ങളാണ് പറഞ്ഞതുപോലെ മൗലിദ് തൊട്ടിയിലൂടെ നമ്മൾ ആളുകൾ നടക്കുന്നുണ്ട്. അപ്പോ ഇതുപോലെ ഇത്ര സ്നേഹമുള്ള ഒരു ആചാരം നടക്കുന്ന ഏതൊരു മതവും ഈ ലോകത്തിലെന്നാണ് വാസ്തവം. ഇത് തങ്ങളെ പോലെയുള്ള വലിയ വലിയ പ്രവാചകന്മാരൊന്നും ഈ ലോകത്തില്ല എന്നുണ്ടെങ്കിൽ അവരുടെ സ്നേഹമുള്ള ആ പ്രബോധനം ലഭിച്ചില്ലെങ്കിൽ ഇന്നും ഈ ദീനി ലഭിക്കുന്നില്ലായിരുന്നു. ഞാൻ പറഞ്ഞു വളരെ വ്യക്തമായിട്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് എങ്ങനെയാണ് സഹാബാക്കളും മൗലിയാക്കളും സ്നേഹം പ്രകടിപ്പിച്ചിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞല്ലോ, വലത്തെ കൈ വെട്ടിയിട്ടും പിന്നെ അടുത്ത കൈ വെട്ടിയിട്ടും നെഞ്ചോട് ചായച്ചു വെച്ചാണ് തിരുപ്പേർ ചൊല്ലിയിട്ടുള്ളത്. അത്രമാത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സ്വന്തം ശരീരം ബലി കൊടുത്തു, എത്രമാത്രം സഹിച്ചിട്ടുമാണ് തങ്ങൾക്ക് സ്നേഹം പ്രകടിപ്പിച്ചിരിക്കുന്നത്. ബിലാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായതിനു ശേഷം ബാങ്ക് കൊടുക്കുമ്പോൾ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറയുമ്പോൾ കുഴഞ്ഞു വീഴുമായിരുന്നു. കാരണം അവരുടെ എല്ലാ മനസ്സിൽ എല്ലാ സമയങ്ങളിലും എല്ലായിടത്തും നബിത്തങ്ങൾ മാത്രമായിരുന്നു. നബിത്തങ്ങളോട് അത്രമാത്രം അവർ സ്നേഹം പ്രകടിപ്പിച്ചിരിക്കുന്നു എന്നാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. എന്നാൽ ഈ ആധുനിക കാലഘട്ടത്തിൽ ഈ യുവജന സമൂഹം, നമ്മൾ ഈ ജീവിക്കുന്ന ആധുനിക കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് എന്തുകൊണ്ടാണ് ഈ ഇപ്പോഴത്തെ ആളുകൾക്ക് സ്നേഹം വളരെ കുറവാണ്. കാരണം റബീഉൽ അവ്വൽ മാസത്തിൽ മാത്രമാണ് നമ്മൾ വൃദ്ധ മജ്‌ലിസ്, മൻഖൂസ് പോലെ പള്ളികൾ നടത്തുക. എല്ലാത്ത മാസങ്ങളും നമ്മൾ നടത്തിയാൽ ഒരു പ്രശ്നമൊന്നുമില്ല. പക്ഷെ എന്തുകൊണ്ടായിരിക്കാം നാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മറക്കുന്നത്? അതിന് കാരണം തീർച്ചയായും കാലം തന്നെയാണ്. അദ്ദേഹം പറഞ്ഞ പോലെ അതിന് കാലങ്ങൾ മാറുന്നു, സമൂഹം മാറും. നമ്മുടെ ഇപ്പോഴത്തെ സമൂഹം നമുക്കറിയാലോ, തലമുറകളെല്ലാം വേറെയാണ്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ സ്വഹാബികൾ മറ്റുള്ളവർ എല്ലാവരും എല്ലാ ദിവസവും ഓരോത് ചെല്ലുന്ന രീതിയായിരുന്നു. ഇവിടെ സ്നേഹം പുലർത്തിയിരുന്നു. ഇന്ന് എല്ലാവർക്കും പണത്തിന്റെ പിന്നാലും എൻ്റെ ജോലിയുടെ പിന്നാലും അങ്ങനെയൊക്കെയാണ്. അങ്ങനെയാണ് ഈ സ്നേഹം എന്ന് പറഞ്ഞ് വിട്ടുപോകുന്നത്. ഈ ആധുനിക കാലഘട്ടത്തിൽ നമ്മുടെ വൃദ്ധ മജ്‌ലിസ് ചെല്ലുമ്പോഴൊക്കെ ഇസ്ലാമിലേക്ക് യോജിക്കാത്ത രീതികളൊക്കെ നമ്മൾ ചെല്ലുന്നുണ്ട്. വേറെ പല ഭാഷയിലും വേറെ ഭാഷകളിലെ പാട്ടുകളും രീതികളൊക്കെ എടുത്തായിട്ട് നമ്മൾ വൃദ്ധയിലേക്ക് മറ്റൊക്കെ ചേർക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് താങ്കളുടെ അങ്ങനെ ചേർക്കാൻ താങ്കൾ യോജിക്കുന്നുണ്ടോ ആ രീതിയോടും അഭിപ്രായത്തോടും? വ്യക്തമായ രീതികൾ നമ്മൾ ചേർക്കുന്നതൊക്കെയാണ്. ഈ ശരീരത്തിനോട് യോജിക്കാത്ത രീതികളും നമ്മൾ ചേർക്കാൻ പറ്റില്ല എന്ന് ഹദീസുകളിലൊക്കെ വ്യക്തമാണ്. അതുപോലെ ഹദീസിൽ പറയുന്നുണ്ട്, ഒരാൾ വേറെ പുതുതായി എന്തെങ്കിലും ഇസ്ലാമിലേക്ക് തന്നെ കൊണ്ടുവരികയാണെങ്കിൽ അത് തള്ളപ്പെടേണ്ടതാണെന്നും അത് വിശ്വസിക്കരുതെന്നും അവനെ സ്വീകരിക്കരുതെന്നും ആളെ ഫത്വൽ ബാരി 153 പേജിൽ പറയുന്നുണ്ട്. ഇങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ പല രീതികളും വ്യത്യസ്തമായ രീതികൾ കൊണ്ടുവരുന്നത് ശരീഅത്ത് പ്രകാരം തെറ്റാണെന്നാണ് നമുക്ക് ഹദീസുകളിൽ കാണാൻ സാധിക്കും. ഈ പ്രവാചകന്റെ പേരിൽ നമ്മൾ സ്വലാത്ത് ചെയ്യും. 8 സ്വലാത്ത് 10 സ്വലാത്ത് ഡയലി നമ്മൾ ഒരു 10 സ്വലാത്ത് 100 സ്വലാത്ത് വെച്ച് ചെല്ലുകയാണെങ്കിൽ നമുക്ക് മഹ്ശറിൽ വലിയ മീസാൻ തോന്നും. കാരണം അത്രമാത്രം പ്രാധാന്യമാണ് സ്വലാത്തിൽ ഉള്ളത്. ഒരു കള്ളുകുടിയനോ ഒരു വ്യഭിചാരിയോ ഒരു കള്ളനോ ആരും സ്വലാത്ത് ചെല്ലിയാലും അത് ഒരിക്കലും മുറിഞ്ഞു പോയില്ല. അപ്പം വേറെ എന്തെങ്കിലും നിസ്കാരം മറ്റൊക്കെ നമ്മൾ വാക്കോ ഈ സ്വാധീന മഹ്റജ അങ്ങനെ തെറ്റിയാലൊക്കെ അതിൻ്റെ ഫലം പോയി. സ്വലാത്ത് അങ്ങനെയല്ല. സ്വലാത്ത് നമ്മൾ കളിയാക്കി ചെല്ലുക, അല്ലെങ്കിൽ ഇപ്പം ഒരാൾ പ്രശംസ കിട്ടാൻ ചെല്ലുക, അല്ലെങ്കിൽ വില കിട്ടാൻ ചെല്ലുക, എങ്ങനെ ചെല്ലിയാൽ നമുക്ക് സ്വലാത്തിന് എത്രമാത്രം പ്രാധാന്യം ഉണ്ട് വെച്ചാൽ നല്ല പ്രാധാന്യം, ഒരിക്കലും മുറിഞ്ഞു പോയില്ല. ആര് ചെല്ലിയാലും എപ്പോൾ ചെല്ലിയാലും നമുക്ക് അതിന് ഫലം നമുക്ക് മനുഷ്യരിൽ കിട്ടുമെന്ന് നിമിത്തങ്ങൾ പറഞ്ഞാണ്, പഠിച്ചാലും പറഞ്ഞതാണ്. അപ്പോൾ സ്വലാത്തിൻ്റെ മഹത്വത്തെ കുറിച്ച് വിശദീകരിക്കണം. സ്വലാത്തിൻ്റെ മഹത്വം പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു സൂറത്തുൽ അഹ്സാബിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നല്ലാഹ വമലായികതുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. ഇന്നല്ലാഹ വമലായികതുഹു യുസല്ലൂന അലൻ നബി. നേരത്തെ പറഞ്ഞു അല്ലാഹു അവൻ്റെ മലക്കും അല്ലാഹുവിൻ്റെ മലക്കുകൾ എന്ത് ചെയ്യുന്നുണ്ട്? സ്വലാത്ത് ചൊല്ലുന്നുണ്ട്. പ്രവാചകനെ സ്വലാത്ത് ചൊല്ലുന്നുണ്ട്. അതുകൊണ്ട് യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ, നിങ്ങൾ പ്രവാചകനെ സ്വലാത്ത് ചൊല്ലുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ എന്ന് പറയുന്നുണ്ട് പ്രവാചകനെ മേൽ സ്വലാത്ത് വർദ്ധിപ്പിക്കാൻ. അതായത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇപ്പം സ്വലാത്ത് നമ്മൾ വെറുതെ പ്രശംസ കിട്ടാൻ വേണ്ടി ഞാൻ കുറേ സ്വലാത്ത് ചൊല്ലി അത് ചൊല്ലില്ല, നമ്മളിപ്പോൾ പുസ്തകം പറഞ്ഞ നമ്മളോട് കുറേ സ്വലാത്ത് ചൊല്ലിയാൽ നമ്മൾ നീച്ചിട്ട് കൈ കൊണ്ടിച്ച് നമുക്കൊരു അഭിമാനം ഉണ്ടാകാൻ വേണ്ടി, നമുക്കൊരു ഗമയിൽ ഒരു ഇതുണ്ടാകാൻ വേണ്ടി
നമ്മളത് ചൊല്ലും. അങ്ങനെ ചൊല്ലിയാൽ പോലും നമ്മുടെ സ്വലാത്തിലേക്ക് പോയില്ലേ. അതാണ് സ്വലാത്തിന്. ഏതൊരു ദിക്റിനില്ലാത്തൊരു മഹത്വം പോലും ഈ സ്വലാത്തിനുള്ള ഒരു പ്രധാനപ്പെട്ട രാത്രിയല്ല. നമ്മൾ ഇന്നിപ്പോൾ സ്വലാത്തില്ലേ, അത് പ്രവാചകൻ്റെ അടുത്ത് എത്തും. അവർ മലക്കുന്ന പ്രവാചകൻ അങ്ങനെ ഇന്നാൾ ഇത്ര സ്വലാത്ത്, ഇന്നാൾ ഇത്ര സ്വലാത്ത്. പിന്നെ നമുക്ക് സ്വലാത്തുകൾ തന്നെ പല വിധമുണ്ട്. സ്വലാത്ത് കാജ്, സ്വലാത്ത് നാരിയ, പല സ്വലാത്തുകളുണ്ട്. ചില സ്വലാത്തുകൾ വെച്ചാൽ നമുക്ക് പ്രവാചകന് എന്ത് ചെയ്യാൻ കഴിയും, സ്വപ്നത്തിൽ കാണാൻ കഴിയും പോലും. അങ്ങനെ അനുഭവങ്ങൾ പറഞ്ഞവരുണ്ട്, അനുഭവിച്ചവരുണ്ട്. അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പം നമ്മൾ മഹ്ശറിൽ വൻ സമയം, ഒരുപാട് സമയം, 6 ലക്ഷത്തില്ലാത്ത സമയത്താണ് പ്രവാചകൻ മാത്രം നമുക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു, ഓടി നടക്കുകയാണ് നമ്മുടെ സമൂഹത്തിൽ. എൻ്റെ ഉമ്മത്തി 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 എന്ന് പറഞ്ഞാൽ പ്രവാചകൻ ഓടി നടക്കുന്നത്. ഒരു പ്രവാചകൻ പോലും 6 ലക്ഷത്തില്ലാത്ത സമയത്ത് സ്വന്തം ഉമ്മത്തിന്റെ കാര്യം നോക്കി മഹ്ശറയിൽ പോലും, അതായത് വിവാദത്തിന്റെ സ്ഥലമല്ലാത്ത മഹ്ശറയിൽ പോലും പ്രവാചകൻ സുജൂദ് ചെയ്യണം അല്ലാഹുവിനോട് എൻ്റെ ഉമ്മത്തിനെ രക്ഷിക്കാൻ വേണ്ടി. ആ ഒരു പ്രവാചകൻ ഉണ്ടെങ്കിൽ ആ പ്രവാചകന്റെ മേലിൽ ആ സമയത്ത് നമ്മുടെ മീസാൻ നോക്കുമ്പോൾ, നമ്മളെ നന്മ തിന്മകൾ നോക്കുമ്പോൾ നമ്മളെ തിന്മന്റെ തട്ട് താന്ന് ടൈമിൽ പ്രവാചകൻ വന്നുകൊണ്ട് ഒരു പേപ്പർ നമ്മളെ നന്മയിലേക്കാണ് ഇടുമ്പോൾ ആകാൻ പോകുന്നത്. അതെന്താ വെച്ചാൽ നമ്മൾ സ്വലാത്ത് വിലയിരിക്കാൻ ഒരു ദിവസം ഇങ്ങനെ ഒരു 10 സ്വലാത്ത് ചെയ്യണം. അതായത് യൗസ്വലിന്റെ ഒരു അതിഥി പറയുന്നുണ്ടല്ലോ, സ്വലാത്തിന്റെ ബാബിൽ പറയുന്നുണ്ടല്ലോ, ഒരാള് ഒരു അതിഥി ചെയ്താൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ ഇയാൾക്ക് അല്ലാഹു 10 നന്മ വർദ്ധിക്കുന്നതാണ്. അതായത് 10 നന്മ വർദ്ധിക്കും. ഒരു സ്വലാത്ത് ചൊല്ലിയാൽ 10 നന്മ വർദ്ധിക്കുന്ന പറഞ്ഞത്. ഒരു 100 സ്വലാത്ത് ചൊല്ലിയാൽ ആയിരങ്ങളായില്ലേ. അതാണ് അതിന്റെ മഹത്വം എന്ന് പറഞ്ഞാൽ. സ്വലാത്ത് എന്ന് പറഞ്ഞാൽ തന്നെ പ്രവാചകൻ, നമ്മളിപ്പോൾ സ്കൂൾ വിടുമ്പോൾ, നമ്മൾ എപ്പോഴും ഇല്ല മദ്രസ വിടുമ്പോൾ എല്ലാവരും കുട്ടികളൊക്കെ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ വെറുതെ ചൊല്ലി പോകും. പക്ഷെ അതിനുപോലും കൂലിയുണ്ട്. അത് അവർ സ്വലാത്തിന്റെ മഹത്വമാണ്, പ്രവാചകനെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള ഒരു മഹത്വമാണത്. നമുക്കറിയാം, നമ്മൾ നരകത്തിലേക്ക് വിടുമ്പോൾ പ്രവാചകൻ നമ്മളോട് സ്നേഹത്തിൽ സൂചിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ നരകത്തിൽ വിടുമ്പോഴൊക്കെ നമുക്ക് മനസ്സിലാക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ ഈ നന്മയിൽ ഒരു അണുമണി തൂക്കം നന്മ ഉണ്ടെങ്കിൽ പോലും നമുക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാം. കുറച്ച് ശിക്ഷ അനുഭവിച്ചതിന് ശേഷം മാത്രമേ ഉള്ളൂ. പക്ഷെ അതും പ്രവാചകന്റെ കാരണം കൊണ്ടാണ്. ആ പ്രവാചകൻ പറഞ്ഞാൽ നമുക്ക് സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കണം. ആ പ്രവാചകൻ മാത്രമാണ് നമുക്ക് മനുഷ്യരിൽ ഉണ്ടാകുക. വേറെ ആരും നമ്മളൊപ്പം ഉണ്ടാവില്ല. ആരും നോക്കാനുള്ള സമയത്ത് പ്രവാചകൻ മാത്രം നമുക്ക് വേണ്ടി ഉമ്മത്തി ഉമ്മത്തി എന്ന് ഓടി നിർത്തുന്ന പ്രവാചകൻ മാത്രമേ ഉള്ളൂ. ആദ്യ നബി അലൈഹി ഇസ്ലാം മുതൽ ഈസാ നബി അലൈഹി ഇസ്ലാം മുതൽ നമ്മൾ എന്ന് വെച്ചാൽ എനിക്ക് കഴിയില്ല, ഞാൻ ഇത് ചെയ്തു എന്ന് പറഞ്ഞ് എഴുപതുകൾ പറയും. പക്ഷേ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എൻ്റെ ഉമ്മത്ത് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവോട് പ്രാർത്ഥിക്കുന്നതാണ്. ആ പ്രവാചകനെ നമ്മൾ സ്വലാത്ത് ചൊല്ലണം. അതിന് അത്രയും മഹത്വമുണ്ട്. പിന്നെ ഒരിക്കൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിമ്പറിൽ കയറുന്ന സമയത്ത് വഹിയാണ് ജിബ്രീൽ അലൈഹി സ്വലാം. അതിൽ 3 കാര്യങ്ങളാണ് ജിബ്രീൽ അലൈഹി സ്വലാം തങ്ങൾ പറയുന്നത്. അതിന് നമ്മുടെ ഈ സ്വലാത്തുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നബിയെ അങ്ങയുടെ പേര് പറയുമ്പോൾ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ പറയുമ്പോൾ ആ സ്വലാത്ത് ചൊല്ലാത്തവരുണ്ടല്ലോ, ഓരാണ് ഈ ലോകത്തിലെ ഏറ്റവും പിഷ്കരെന്ന് മഹാനാ ജിബ്രീൽ അലൈഹി സ്വലാം എന്ന പ്രവാചകനോട് പറയുകയാണ്. പ്രവാചകൻ സ്വഹാബികളെന്ന് പറയുകയാണ്. അത്രയും മഹത്വം സ്വലാത്തിനുണ്ട്. എന്നി പറയാൻ തീരാത്തത്ര മഹത്വങ്ങൾ സ്വലാത്തിനുണ്ട്. നമ്മളെപ്പോഴും സ്വലാത്ത് വർദ്ധിക്കും. ദിവസം 10 ചൊല്ലുക, അതിനൊരു ഒരു ഇതാണത്. കാരണം നമ്മൾ എന്ത് തുടങ്ങുകയാണെങ്കിലും ഫസ്റ്റ് പാട്ടുകൊണ്ടാണ്, പക്ഷെ അവസാനം സ്വലാത്തുകൊണ്ടാണ്. അത് അതിൻ്റെ ഒരു മഹത്വമാണ്. അത്രയും മഹത്വങ്ങളുണ്ട് സ്വലാത്തിനൊക്കെ. സ്വലാത്ത് വർദ്ധിപ്പിക്കുക, പ്രവാചകനെ കൂടുതലെടുക്കുക, നല്ലൊരു മാർഗ്ഗമാണ് പ്രവാചകനെ എടുക്കാറുള്ളത്. ഇപ്പോൾ നമ്മൾ മദ്രസയിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ ലെഫൊക്കെ മുട്ടി പാട്ടൊക്കെ ഇട്ട് നല്ല രീതിയിൽ ലെഫൊക്കെ വെച്ചിട്ടാണ് കുട്ടികൾ എംസിനാലിലൊക്കെ പങ്കെടുത്ത് നല്ല സജീവമായി വിജയിപ്പിക്കുക. അപ്പം ഈ ലെഫ് മുട്ടണമെന്നൊരു സമ്പ്രദായം, ലെഫ് മുട്ടിയായിട്ട് തന്നെ പാട്ട് പാടി സ്വീകരിക്കണം എന്ന് നമ്മുടെ കാലത്തുണ്ടോ അഭിപ്രായം? തീർച്ചയായും. പണ്ട് നമ്മളിപ്പോൾ നമ്മുടെ നാട്ടിലെ എല്ലാ പള്ളികളിലും മദ്രസകളിലൊക്കെ ലെഫ് മുട്ടിയിൽ റാലി പോയി മൗലൂദൊക്കെ ചൊല്ലിയിട്ടാണ് നമ്മൾ നബിദിനം ആഘോഷിക്കാറ്. അദ്ദേഹം പറഞ്ഞ മാതിരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പോയ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനക്കാരെ സ്വീകരിച്ചത് ലെഫ് മുട്ടിയും പാട്ടുപാടിയും തൊലാൽ ബദർ എന്ന പാട്ടുപാടിയിട്ടൊക്കെയാണ് സ്വീകരിച്ചത്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സദസ്സിലേക്ക് പോവുകയാണ്. അപ്പോൾ സ്വഹാബികളവിടെ ഇരുന്ന് ഓരോ നബിമാരുടെ മദ്ഹുകൾ പാടിക്കൊണ്ടിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു ചെന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ശരിയാണ്, ഇങ്ങനെ ചെയ്യണമെന്ന് പറയുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹ് പാടി അവസാനിപ്പിക്കുകയും ചെയ്ത തുർമുദി ഹദീസിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഈ ഹദീസുകളിലുള്ള പ്രകാരം ഇതെല്ലാം ശരിയാണ്, ഇങ്ങനെയൊക്കെ ഉണ്ടാകും. പണ്ട് കാലങ്ങളിൽ തന്നെ ദഫുമുട്ടും പാട്ടും എല്ലാം ഉണ്ടായിരുന്നു. ഇക്കാലങ്ങളിൽ ഇതെല്ലാം കുറവാണെന്നാണ് എൻ്റെ അഭിപ്രായം. നമ്മളിപ്പോൾ ഈ 3 ഗണ്യമായ പാട്ടുകൾ കേട്ടു. ആഘോഷത്തിൻ്റെ പ്രാധാന്യം,
മഹത്വം പ്രകടനം നിശ്ചയത്തി ഇദ്ദേഹം സംസാരിച്ച് നമുക്ക് സംശയങ്ങളും ഇതെല്ലാം വ്യക്തമാക്കിയിരുന്നു. അതിൽ ദർഫ് മുട്ടണോ എന്ന് ഞാൻ സംശയം ചോദിച്ചപ്പോൾ ഹദീസുകൾ അംഗീകരിച്ചതാണ് എനിക്ക് എൻ്റെ സംശയം ക്ലിയറാക്കിയത്. കാരണം അത്രമാത്രം വ്യക്തമാക്കിയിട്ടാണ് ആഘോഷങ്ങൾ പ്രകടന മഹത്വം എന്ന വിഷയം നമുക്ക് വ്യക്തമാക്കുന്നത്. മതകാര്യങ്ങൾ നമ്മൾ എടുത്തു നോക്കുമ്പോൾ പല പല സഹായിമാരും ഔലിയാക്കളും ധാരാളം നമ്മളാണ്. നമ്മൾ ഈ മതകാവ്യങ്ങൾ നബിസല്ലാസ്ലം മതകാവ്യം നോക്കുമ്പോൾ നമ്മളതിൻ്റെ സഹായിമാരുടെ അടുത്തേക്ക് പോകും. സഹായിമാരെന്ത് ചെയ്തിട്ടുണ്ടോ, അവരെന്ത് ചെയ്തിട്ടുണ്ടോ, അപ്പോൾ അങ്ങനെ ഔലിയാക്കൾ നാം പിന്മാർക്കരുത്. ഈ ഫൈഷേഖ് അങ്ങനെ പല പല ഔലിയാക്കളും ധാരാളം നബിസല്ലാസ്ലം നമ്മൾ കാര്യം ചെയ്തിട്ടുണ്ട്. പിന്നെ ഹുബ്രസുൽ ഞാൻ സഹായിമാർ മാത്രമല്ല, ലോകത്തിലെ മുസ്ലിങ്ങളിൽ അധിക പേരും ഹുബ്രസുൽ പ്രകടിപ്പിക്കുന്ന ആളുകളാണ്. നമ്മളടക്കം പ്രത്യേകിച്ചാണ് സഹാബികൾ സിദ്ദീഖുദ്ദീനും ബിലാലുദ്ദീനും അങ്ങനെ പല പല സഹാബികൾ. സിദ്ദീഖുദ്ദീൻ പറഞ്ഞു ഇസ്രായേൽ മിഅ്റാജ് രാത്രിയിലില്ല. ബിലാലുദ്ദീനും അങ്ങനെ പല പല സഹാബികളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായ സമയത്ത് മദീനയിൽ നിന്ന് പോയ കുറേ സഹാബികളുണ്ട്. അവർ തിരിച്ചു വന്നിട്ടുണ്ട്, മൺമറിഞ്ഞു പോയിട്ട് ഒരാൾക്കും അറിയില്ല. കാരണം അവരെല്ലാം സമനില തെറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇല്ലാത്ത ലോകത്ത് ഞങ്ങൾക്ക് നിൽക്കാനാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് ലോകത്ത് നിന്ന് മദീനയുടെ മണ്ണിൽ നിന്ന് പോയവരാണ്. പിന്നെ മാലിക് ഇമാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം വന്ന ഇമാമാണ്. എന്നിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മസ്ജിദ് കാണാതെ സ്വപ്നത്തിൽ ദർശിച്ചിട്ടുണ്ടോ? മാലിക് ചെരുപ്പിടാതെയാണ് മദീന നടക്കുക. കാരണം അത്രമാത്രം ബഹുമാനിച്ചിട്ടുണ്ടായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവരെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കി കണ്ടതും എല്ലാവരും പ്രവാചകനായിട്ടും നല്ലൊരു മുത്തുനബി, നല്ലൊരു പ്രകാശമായിട്ടെല്ലാമാണ്. ഈ നമ്മളിപ്പോൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന സമകാലിക സമൂഹത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മതകാവ്യങ്ങളും ബുദ്ധ മജ്‌ലിസ് ഹൃദയ പരിപാടികളും ദഫുമുട്ടെല്ലാം വളരെ കുറഞ്ഞു വരികയാണ്. കാരണം എന്താ, ഇപ്പോഴത്തെ ആളുകൾ പണത്തിന് മേലും സ്ത്രീകളുടെ മേലും അങ്ങനെയെല്ലാം പോവുകയാണ്. പിന്നെ അപ്പോൾ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ മറന്നു പോവുകയാണ്. അവരിനി ഈ നിബിദിനമാസമായ റബീഉൽ അവ്വൽ മാത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർക്കുന്നത്. ഇദ്ദേഹം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. കാരണം ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് പ്രൈസ് അങ്ങനെ പ്രൈസിന് വേണ്ടി മാത്രമാണ് മത്സരിക്കുന്നത്. അതിൽ ഒരാളുടെ മനസ്സിലും ഒരു 99.99% ഒരാളുടെ മനസ്സിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി എൻ്റെ മതം പാടുകയാണ് എന്ന് ഒരാളുടെ മനസ്സിലുണ്ടാവില്ല. എൻ്റെ ടീം ജയിക്കണം, എൻ്റെ ടീം ഫസ്റ്റ് വാങ്ങണം എന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ സമകാലിക സമൂഹത്തിൽ പോലും ഇത്രയും ആളുകൾ വളരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മതകാര്യങ്ങളും സ്നേഹമൊക്കെ കുറഞ്ഞു വരികയാണ്. അപ്പോൾ ഈ ഭാവി നാളുകളിൽ നമുക്ക് ആലോചിക്കാനേ കഴിയില്ല. കാരണം ഇപ്പോൾ തന്നെ നമ്മൾ ഇസ്രായേൽ ഫലസ്തീനെ ക്രൂരമായി മർദ്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. ധാരാളം കുട്ടികളും സ്ത്രീകളെല്ലാം മരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഖിയാമത്ത് അടയാളം. ഈ ഖിയാമത്ത് അടയാളം നമ്മൾ നോക്കുമ്പോൾ അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിക്കാത്ത ആളുകൾ പോലും ഒരു സമൂഹം വരാനുണ്ട്. അത്രമാത്രം വ്യാപകം, എത്രമാത്രം ക്രൂരമായിട്ടുണ്ട്. അത്രമാത്രം ക്രൂരമായിട്ടുള്ള സമൂഹമാണ് ഇനി വരാൻ പോകുന്നത്. ഖിയാമത്തിന്റെ സമയത്ത് അടുക്കുന്ന സമയത്ത് പറഞ്ഞില്ല, എന്തെന്ന് പറഞ്ഞല്ലോ, റോട്ടിൽ നിന്ന് ഒരാൾ വ്യഭിചരിക്കുന്നുണ്ടെങ്കിൽ അതിലൂടെ ഒരാൾ നടന്നു പോവുകയാണ്. നടന്നു പോകുമ്പോൾ അയാൾ പറയുകയാണ് ഇവിടെ നിന്ന് വ്യഭിചരിക്കേണ്ട, അപ്പുറത്ത് മാറി നിൽക്കുക. അയാളായിരിക്കും ആ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഈമാനുള്ള ആൾ. അയാൾ അത്രമാത്രം അയാൾക്ക് മഹത്വം കൊടുക്കുന്നുണ്ട്. അയാളൊക്കെ പറഞ്ഞതിപ്പം സൈഡിൽ മാറി നിൽക്കുക, അയാൾക്കാണ് ആ കാലഘട്ടത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ളത്. അപ്പോൾ നമുക്ക് ആലോചിക്കാൻ മാത്രമേ ഉള്ളൂ ഭാവിയിൽ എങ്ങനെയായിരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളുടെ സ്നേഹമെന്നുണ്ടാവുക. അല്ല, അത്രമാത്രം വ്യാപകമായിട്ടും മോശമായിട്ടും ക്രൂരമായിട്ടുള്ള സമൂഹമാണ് ഇനി വരാനുള്ളത്. അപ്പോൾ ഈ 3 പഠനങ്ങൾ നമ്മൾ വെച്ച് നോക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് നമ്മൾ അലിഞ്ഞു തരികയും മധു ചൊല്ലിയും പ്രകടനം നടത്തിയും നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നമ്മളോട് ഹുബ്ബ് നടത്തി നമ്മൾ അലിഞ്ഞു. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. അവസാനിപ്പിക്കുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.